ഓ നല്ല സ്മെല്ല് ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്നും ഇങ്ങനെ പൊട്ടിച്ച് നോക്കാം. ഉണ്ട് അത് നല്ല മസാല ഒക്കെ നല്ല ദമ്മായി വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂണിസ് വ്ലോഗ്സ്. ഇന്ന് കാലത്ത് ഞാനൊരു പെരുന്നാൾ സ്പെഷ്യൽ സ്വീറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഖത്തർമല്ലു ഷംനാദ് ആൻഡ് സൈറ എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്, എൻ്റെ ഫ്രണ്ട് ചാനലാണ്. അപ്പോൾ അതിൽ അവർ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയിരുന്നു. പെരുന്നാളിന് എന്തായാലും ആ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് കൂടുതൽ ഡീറ്റെയിൽ വേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, അത് പോയി കാണുക. എൻ്റെ വീഡിയോയിലും അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഉണ്ടായിക്കോ. കൂടുതൽ ഡീറ്റെയിൽ അവിടെ പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്ക് പറഞ്ഞേ. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പൊ എങ്ങനെയുണ്ട് റെസിപ്പി നോക്കാം. സംഭവം അടിപൊളിയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു തരണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. നമ്മുടെ ബീഫാണത്. അത് നേരത്തെ കണ്ടില്ലേ, ആ എല്ല് അതും കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ എല്ലാത്ത ബീഫാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് എല്ലും കൂടി കൂട്ടിയാലും ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ കുറച്ച് എല്ല് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ മസാല ചേർക്കാം. 6 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്താണ് ചെയ്യുന്നത്. നമ്മളിതിൽ ഇത് മുഴുവൻ ഈ ബീഫിലേക്ക് ഇടാൻ പോകണ്ട. ഇത് നന്നായി കുഴക്കണത്, നന്നായി കുഴച്ച് മിക്സ് ചെയ്യണം. നന്നായി കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ആ നീരൊക്കെ രണ്ടും കൂടി ഒന്നുകൊണ്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പാണ് ഇടുന്നത്. കല്ലുപ്പാണ് കേട്ടോ ഞങ്ങൾ ഇടുന്നത്. നിങ്ങൾക്ക് ഉപ്പും ഇടാം. ഞാൻ കല്ലുപ്പ് നല്ല ടേസ്റ്റ് ആണെന്ന് പൊതുവെ പല കുക്കിങ്ങിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കല്ലുപ്പ് തന്നെ ചേർക്കുന്നത്. സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് പൊരിക്കാനുള്ള കൂടിയിട്ടാണ് കേട്ടോ. അത് ബിസ്തക്കുള്ള കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി നല്ല സ്ലൈസായി അരിയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സ്ലൈസായി നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യലാണ്. ഇതിൽ ആദ്യം സവാള ഇതിൻ്റെ മുകളിൽ നിരത്തണത്. ഇഷ്ടംപോലെ സവാള നിരത്തണുണ്ട്. മുകളിൽ ഒരു ലെയറായിട്ട് ഫുള്ള് ബീഫുമിൽ ഇളക്കിയിരുന്ന പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുള്ള് എല്ലാ ഭാഗം കവർ ചെയ്യണ രീതിയിൽ നമ്മൾ സവാള ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇതുപോലെ തന്നെ ലെയറാക്കിയിട്ട് ഇടണം. 3 തക്കാളിയാണ് കേട്ടോ. നേരത്തെ കണ്ട പോലെ എടുത്തിട്ടുള്ളത് 3 തക്കാളിയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ തക്കാളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. ഇത് ആ ബീഫ് മുങ്ങാനുള്ള വെള്ളം മാത്രമാണ് ഇവർ ചേർക്കണുള്ളൂ കേട്ടോ. നമ്മളത് ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം വരും. ഓക്കെ, പിന്നെ നമ്മളിതിൽ മസാലകൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത സ്റ്റെപ്പിലാണ്. നമ്മൾ ഈ സവാളയുടെ പകുതി സവാളാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പകുതി നമ്മൾ ഇനി ബിസ്താക്കാൻ ഫ്രൈ ചെയ്യില്ലേ, അതിനു വേണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് റെഡിയാക്കിയിട്ട് ഗ്യാസിന് വെച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ വിസിൽ വെക്കുന്നില്ല. വിസിൽ വെക്കാണ്ടാണ് ഞാൻ അടുപ്പിക്കുന്നത് കേട്ടോ. പിസ്ത പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ്. അപ്പോൾ അതിൽ 2-3 ഏലക്കായ ഇടേണ്ട കേട്ടോ. അത് നല്ല ഫ്ലേവർ ഉണ്ടാക്കുന്നതാണ് അവർ പറഞ്ഞത്. ഓക്കെ, നമ്മളത് സവാള ഇടാം. നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അതിൽ. സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് പിസ്ത എന്നാണ് കണ്ണൂർ സ്റ്റൈലിൽ പറയാ. ഇപ്രാവശ്യം നമ്മൾ ഗരം മസാല വറുത്ത് പൊടിക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ടാണ് ഞങ്ങൾ അതിൽ മസാല ആക്കി ഇടാൻ പോകുന്നത്. ഞാൻ ബീഫും തുറന്നു നോക്കാം. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയിരുന്ന നേരത്തെ വന്ന്. അപ്പോൾ നല്ല ബീഫ് ഇങ്ങനെ ഒരു 3/4 ഭാഗം വേവായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, കുറച്ച് വെള്ളം ഉണ്ട്. ഇതിൽ വെള്ളം വേണം, എന്നെങ്കിൽ ഇനി ദമ്മിടുമ്പോൾ അത് വറ്റിക്കൊള്ളൂ കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ആ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല ഉണ്ട് ഇവിടെ. ഈ ഗരം മസാല നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി,
ഓക്കെ, ഇതിലിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആ തൈര് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച തൈര് ഉണ്ട് ഇവിടെ, ഒരു കപ്പ് തൈര്, മല്ലിയില, പുതിന, ഇത് മൂന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് തൈരാണ് നമുക്ക് ഇതിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, പുതിന കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. ചില സമയത്ത് അതിൻ്റെ ടേസ്റ്റിൻ്റെ വലിയ കൂടുതലായി പിടിക്കാറില്ല ബിരിയാണിക്ക്, അപ്പോൾ കുറച്ച് കുറവെടുത്ത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെ മെയിൻ സാധനം ബിസ്ത അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, നമ്മൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പുണ്ട്, ഞാൻ കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മസാല ഒന്നും കൂടി പിടിച്ച് കഴിഞ്ഞാൽ ഉപ്പിന് കുറഞ്ഞെങ്കിലോ. ഇനി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ബിസ്തയും കൂടി ആഡ് ചെയ്യാം. നമുക്കത് ആ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള ഇത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിൽ തന്നെ ഇടാൻ പോകണ്ട. ഇതാണ് ഇതിൻ്റെ തലശ്ശേരി ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ്. ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തോട്ടാ. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. ബീഫ് ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകണ്ട. അപ്പോൾ നേരത്തെ ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത എണ്ണ തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓൾറെഡി അതിൽ സവാളുടെ ഒക്കെ ആ ഫ്ലേവർ ഉണ്ടായിരിക്കും. പിന്നെ അത് സാധാരണ നെയ്ച്ചോറ് വെക്കണ പോലെ തന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ നമുക്കിതിൽ ഇടുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള നിലക്കാണ് ഏകദേശം വെള്ളം എടുത്തിട്ടുള്ളത്. അരി ഓൾറെഡി നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. കൈമ റൈസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലിടാം. അരി ഒന്ന് 3/4 ഭാഗം വേകാവുന്നവരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമ്മളെ നെയ്ച്ചോറ് ഇപ്പോൾ വേവായി വരേണ്ട കേട്ടോ. ഏകദേശം 3/4 വേവായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. ഈ സമയത്ത് തന്നെ നമ്മളെ ബീഫ് നല്ല മസാല പിടിച്ച് വരുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ ഷംനാദ് ഭായിയുടെ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും കേട്ടോ. സംഭവം ഇപ്പം തന്നെ നല്ല മണം വരാണ്ട് ഷംനാദേ. പക്ഷെ അത് തിന്ന് അതിൻ്റെ ബാക്കിയുള്ള റിസൾട്ട് പറയാനുണ്ട്. നമ്മളെ നെയ്ച്ചോറ് റെഡി ആയി വന്നിട്ടുണ്ട്. ബീഫും റെഡിയാണ്. നമുക്ക് ഇനി ദമ്മിടനിലേക്ക് കിടക്കാം. ഇനി ഞാൻ ദമ്മിൻ്റെ പരിപാടിക്ക് നടക്കേണ്ട. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് കൊടുക്കും. നെയ്യല്ല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ ഇതാക്കേണ്ട, അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലേക്ക് മറ്റേ ബീഫ് ഇതിക്കൊണ്ട് ശരിയാ. നമുക്ക് ഈ ബീഫ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലേ, അത് കുറച്ചും കൂടി അതിൻ്റെ മേലെ ഒന്ന് വെതറി കൊടുക്കാൻ പോവാണ്. അതിന് ശേഷം നമ്മളിതിൽ റൈസ് ഇടും. ഒറ്റ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് അതിന് മുകളിൽ റൈസ്, വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ കളറിന് വേണ്ടി കൃത്രിമ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താണ്. നിങ്ങളിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോണാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ മുകളിലേക്കൊന്ന് നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതിലേക്ക് കുറച്ച് RKG നമ്മളൊന്ന്, RKG അല്ല പശുനെയ്യാണ്, നമുക്ക് പശുനെയ്യ് ഏതാണെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങൾ RKG രസീലാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുള്ള ഏതാണ് പശുനെയ്യ് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യുക. കുറച്ച് അത് പരത്തി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ വിതറുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഉള്ള മുന്തിരി. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പരിപാടി ഇത് ദമ്മിങ് മാത്രം. അപ്പം നമ്മളെ ബിസ്തയും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 20 മിനിറ്റ് ദം ചെയ്യാടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ടൈറ്റ് ആകണം. നമ്മൾ മുകളിൽ കണലിടാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾക്ക് തൽക്കാലത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫോയിലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ
നല്ല തിളച്ച വെള്ളം വെച്ച് നമ്മൾ പൈപ്പിൽ നിന്ന് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് തിളച്ച വെള്ളമാണ് ഈ സമയത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മുകളിൽ നിന്നും ചെറിയൊരു ചൂട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നാട്ടിലെ കണലെല്ലാം ഇടുന്നത്. നമുക്കതൊരു 20 മിനിറ്റ് ചെറിയ ചൂടിലൊന്ന് ദമ്മാകാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണി ദം പൊട്ടിക്കാൻ പോവാണ്. നമ്മളെ ഷംനാദിന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓ നല്ല സ്മെല്ല് ഇപ്പം തന്നെ വരാനുണ്ട് കേട്ടോ. നമുക്കിതൊന്നിങ്ങനെ പൊട്ടിച്ചു നോക്കാം. നല്ല പാകമായി വന്നിട്ടുണ്ട്. ഈ തിന്നു കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ ശരിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഉണ്ടാക്കും നല്ല മസാലയൊക്കെ നല്ല ദമ്മായി വന്നിട്ടുണ്ട്. നമുക്കിനിത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അടുത്ത് കാണിച്ചു തരാം. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊപ്പം ബിരിയാണിയുടെ ഒപ്പം നല്ല പുതിന തേങ്ങ ചമ്മന്തി ഉണ്ട്, നല്ല റൈത്ത, നമ്മളെ കച്ചമ്പർ, പായസം, പപ്പടം. ഇനി കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് തിന്നിട്ടുള്ള ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നല്ല ചമ്മന്തി ഇതെടുത്തിട്ട് നല്ല ബീഫ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഓ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു ചങ്ങാത് ഭായ്, സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി ബിരിയാണിയാണ്. ഓക്കെ, ഇനി തിന്ന് കഴിഞ്ഞിട്ട് കാണാം. ഇനി സമയമല്ലേ, നല്ല വിശപ്പുണ്ട്, നല്ല കൊദ്യം വരുന്നുണ്ട്. ഓക്കെ, ബിരിയാണി കഴിച്ച് സൂപ്പർ ബിരിയാണി ആയിരുന്നു. ഇത് ഞാൻ കഴിച്ചിട്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഷംനാദ് ഭായിക്ക് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് ഇത് നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന്. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു പായസം, നല്ല നേരത്തെ വെറുംസെല്ലിയുടെ ഒരു റെസിപ്പി ഇടുന്നില്ലേ, അതിൻ്റെ ആ സെയിം ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ പായസമാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഈ പായസം കൊണ്ട് കുടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് സുഖമായി കിടന്ന് ഉറങ്ങണം. ആ ഉറക്കം കഴിച്ചാണ് ഒന്ന് പുറത്തിറങ്ങേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.